Hello students. So this is the third and the final part of the carbohydrate session. Okay. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നലെ ഹോമോപോളിസാക്കറൈഡ്സിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നമുക്ക് സ്റ്റോറേജ് പോളിസാക്കറൈഡ്സും സ്ട്രക്ചറൽ പോളിസാക്കറൈഡ്സും കണ്ടു. ഇനി we are going to study about heteropolysaccharides. Okay. Heteropolysaccharides എന്ന് പറഞ്ഞാൽ എന്താണ്? The difference between homopolysaccharides and heteropolysaccharides are that heteropolysaccharides more than one type of sugars monosaccharide units okay, and they are mostly branched or they sometimes are unbranched also. Okay, അപ്പോൾ that is the primary difference between a homopolysaccharide. ഇന്നലെ നമ്മൾ കണ്ട എല്ലാത്തിനകത്തും ഒരേ തരത്തിലുള്ള യൂണിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്തിരുന്നത്, that are glycosidic bond വഴി held together. In heteropolysaccharides also there is different type of sugar groups are joined together. Okay, അപ്പോൾ heteropolysaccharides-നെ നമുക്ക് വിവിധ തരത്തിൽ തരംതിരിക്കാം. അതില് ഒന്ന് ഈ പറഞ്ഞ ബാക്ടീരിയൽ സെൽ വാൾ പോളിസാക്കറൈഡ്സ് ആണ്. ബാക്ടീരിയയുടെ സെല്ലിൽ പ്രത്യേകതയുള്ള സെൽ വാൾ പോളിസാക്കറൈഡ്സ്. പിന്നെ രണ്ടാമത്തത് ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൻസ്. ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൻസ് ആർ ഓൾസോ കോൾഡ് മ്യൂക്കോപോളിസാക്കറൈഡ്സ്, MUCO പോളിസാക്കറൈഡ്സ്. അത് ആസിഡ് ഗ്രൂപ്പുള്ള ഷുഗേഴ്സ് ആണ് ഇതിനകത്തുള്ളത് മെയിൻ ആയിട്ട്. പിന്നെ അതുപോലെ നേരത്തെ കണ്ട പോലെ കൈറ്റിനിലുള്ള പോലെ അസറ്റൈലേറ്റഡ് അമിനോ ഗ്രൂപ്പ് ഉള്ള ഷുഗേഴ്സ്. ഇവര് രണ്ടുപേരും കൂടി ബന്ധപ്പെട്ടിട്ടാണ് ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൻസ് ഉള്ളത്. ഓക്കെ, അത് എന്താണെന്ന് വെച്ചാൽ ദീസ് ആർ സെല്ലിന്റെ പുറത്ത് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിൽ കാണപ്പെടുന്ന പോളിസാക്കറൈഡ്സ് ആണ്. അതില് ഇത് കണ്ടോ, ഒരു മോണോസാക്കറൈഡ് എപ്പോഴും ഗ്ലൂക്കോസിന്റെ കൂടെ ഒരു ആസിഡ് ഗ്രൂപ്പ് ഉള്ള തരത്തിൽ, അതിന് നമ്മൾ ഗ്ലൂക്കറോണിക് ആസിഡ് എന്നൊക്കെ വിശേഷിപ്പിക്കും. നമ്മൾ ആ സ്പെഷ്യൽ മോഡിഫൈഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് കണ്ടുല്ലോ, അതിനകത്ത് ഗ്ലൂക്കറോണിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ലേ നിങ്ങൾ? മുമ്പത്തെ ഇതൊന്നും എടുത്തു നോക്കുക. അതുപോലെ തന്നെ N അസറ്റൈലേറ്റഡ് അമിനോ ഷുഗർ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൻസിൽ മോണോമെറിക് യൂണിറ്റ്സ് ആയിട്ടുള്ളത് ആസിഡ് കണ്ടെയ്നിങ് ഷുഗേഴ്സോ അല്ലെങ്കിൽ അസറ്റൈലേറ്റഡ് അമിനോ ഷുഗേഴ്സോ അല്ലെങ്കിൽ സൾഫേറ്റ് ഗ്രൂപ്പുകൾ ഉള്ളതോ ഒക്കെയാണ്. അപ്പൊ സൾഫേറ്റ് ഗ്രൂപ്പ് ഒക്കെ ഉള്ളപ്പോ ഈ ഷുഗർ ഗ്രൂപ്പ് വിൽ ഗിവ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, അപ്പൊ എക്സ്റ്റെൻഡഡ് കൺഫർമേഷൻസ് ഇല്ല. അത് that gives properties like viscosity, adhesiveness, tensile strength etc. നമ്മുടെ ബോണിന്റെ കാര്യം ഒന്ന് ആലോചിക്കുക, ജോയിന്റ്സിന്റെ കേസ് ഒക്കെ ഒന്ന് ആലോചിക്കുക. ഒരുപാട് ഓസ്റ്റിയോസൈറ്റ്സ് സെല്ലുകളുടെ പുറത്തുള്ള സ്ഥലത്തെയാണ് നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് അഥവാ ECM എന്ന് പറയുന്നത്. സോ അതിനകത്തുള്ള ഷുഗേഴ്സ് ആണ് ഹെറ്ററോപോളിസാക്കറൈഡ്സ് ആയിട്ടുള്ള ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൻസ്. അപ്പൊ നമുക്ക് ഒരു കാറിന്റെ ഡോറിനകത്ത് നമ്മൾ ലൂബ്രിക്കന്റ് വെക്കില്ലേ, ഇത് ആ റഫ്നെസ് വരാതിരിക്കാൻ. അപ്പൊ ഇതുപോലെ തന്നെ ബോണിനകത്തും ജോയിന്റ്സിനകത്തും ടെൻഡൻ, കാർട്ടിലേജ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലും ഒരു വിസ്കോസിറ്റി അല്ലെങ്കിൽ അഡ്ഹസീവ്നെസ് അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ എലാസ്റ്റിസിറ്റി ഇതൊക്കെ കൊടുക്കുന്നതാണ് ഈ ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൻസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് വരാം. ഓക്കെ, സോ ബേസിക്കലി ദേ ആർ ഫൗണ്ട് ഇൻ ദി എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്. അതായത് ഇപ്പൊ ടിഷ്യൂസ് ഒക്കെ കുറെ സെല്ലുകൾ ചേരുമ്പോഴല്ലേ വരുന്നത്. അപ്പൊ ആ ഓരോ സെല്ലുകളുടെയും പുറത്തുള്ള ഒരു സ്ഥലം, അതാണ് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, so glycosaminoglycans are also called mucopolysaccharides. They are found in the extracellular matrix and they give durability, tensile strength, elasticity etc. പിന്നെ ഇത് കൂടാതെ we also have glycoconjugates. അത് എന്ന് പറഞ്ഞാൽ കേവലം കാർബോഹൈഡ്രേറ്റ്സ് മാത്രമല്ല, കാർബോഹൈഡ്രേറ്റ്സിന്റെ കൂടെ പ്രോട്ടീനിന്റെ കോമ്പിനേഷൻ ഉള്ളതാണ് പ്രോട്ടിയോഗ്ലൈക്കൻസും ഗ്ലൈക്കോപ്രോട്ടീൻസും. അതുപോലെ ഗ്ലൈക്കോലിപ്പിഡ്സിനകത്ത് ഷുഗേഴ്സും ലിപ്പിഡ്സും തമ്മിലുള്ള കോമ്പിനേഷൻ. ഇവര് പ്രോട്ടിയോഗ്ലൈക്കൻസ് ഒഴികെ ഈ ഗ്ലൈക്കോപ്രോട്ടീനും ഗ്ലൈക്കോലിപ്പിഡും ഒക്കെ മിക്കവാറും സെൽ മെംബ്രെയിന്റെ പുറത്ത്, സെൽ മെംബ്രെയിൻ is made up of what? It's made up of phospholipids and proteins which we are yet to learn. ആ സെൽ മെംബ്രെയിനിന് കൊടുക്കുന്ന, സെൽ മെംബ്രെയിൻ എന്താണ് ഒരു റോള് നിർവഹിക്കുന്നത്? ഇറ്റ് ഇസ് എ ബാരിയർ അല്ലെ? അത് പുറത്തുനിന്നുള്ള മോളിക്യൂളുകളോ അയോൺസോ ഒക്കെ സെല്ലിന്റെ അകത്തേക്ക് കടക്കാതിരിക്കാനുള്ള ബാരിയർ ആണ്. ആ സെല്ലിന്റെ പുറത്ത് നമ്മൾ നേരത്തെ 3 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റി പറഞ്ഞത്.
അതിലെ സ്റ്റോറേജും സ്ട്രക്ചറലുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെയുള്ള ഒരു സംഭവമാണ് റെക്കഗ്നിഷൻ. അതായത് ഒരു സെല്ലിനെ ഒരു സെല്ലാണെന്ന് തിരിച്ചറിയാനുള്ള സംവിധാനം. അപ്പോൾ അതിന്റെ പുറത്ത് ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിന്റെ പുറത്ത് MSc ബയോടെക്നോളജി, ഫസ്റ്റ് MSc ബയോ ഇൻഫർമാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ ബോർഡ് വെക്കില്ലേ, അതുപോലെ ഓരോ സെല്ലിന്റെ പുറത്തും റെക്കഗ്നിഷന് വേണ്ടിയിട്ട് ഡൈവേഴ്സ് ആയിട്ട് കുറച്ച് ഷുഗർ റെസിഡ്യൂസ് ഉണ്ടാവും. ആ ഷുഗർ റെസിഡ്യൂസ് ആ സെൽ മെംബ്രെയിനിലെ പ്രോട്ടീനും ലിപ്പിഡുമായി ബന്ധപ്പെട്ടായിരിക്കും. അതാണ് നമ്മൾ ഗ്ലൈക്കോ പ്രോട്ടീനും ഗ്ലൈക്കോ ലിപ്പിഡും. ദേ എൻഹാൻസ് ദർ റോൾസ് ഇൻ സെൽ റെക്കഗ്നിഷൻ. ഇത് രണ്ടും ട്ടോ. പ്രോട്ടിയോഗ്ലൈക്കൻ നേരെ മറിച്ച് ഈ നേരത്തെ പറഞ്ഞ ഗ്ലൈക്കോസമിനോഗ്ലൈക്കൻ അത് വലിയ മോളിക്യൂളാണ് ഷുഗറിന്റെ, അതും പ്രോട്ടീനും കൂടി ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ ആണ് പ്രോട്ടിയോഗ്ലൈക്കൻ. നേരെ മറിച്ച് ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയുന്നതും ഗ്ലൈക്കോ ലിപ്പിഡിനകത്തും ലാർജർ പാർട്ട് ഇസ് ദ പ്രോട്ടീൻ ഫ്രാക്ഷൻ. പ്രോട്ടിയോഗ്ലൈക്കൻസിൽ പേര് പോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട്, പക്ഷെ അത് കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലുള്ളത്. അപ്പൊ എക്സ്ട്രാ സെല്ലാർ മാട്രിക്സിലാണ് നമ്മൾ ഈ ഗ്ലൈക്കോസമിനോഗ്ലൈക്കൻ കണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ പ്രോട്ടിയോഗ്ലൈക്കൻസ് മെയിൻ ആയിട്ടും റെക്കഗ്നിഷൻ അല്ല അവരുടെ റോള്. അവരുടെ റോള് എന്ന് പറഞ്ഞാൽ സെല്ലുകളെ കൂടിച്ചേരുക, അഡ്ഹഷൻ, ടിഷ്യൂസിനെ ഓർഗനൈസ് ചെയ്യാൻ. കുറെ സെല്ലുകൾ ചേരുമ്പോഴാണ് ടിഷ്യൂ ഉണ്ടാവുന്നത്. അപ്പൊ ഈ സെല്ലുകളെ ഓർഗനൈസ് ചെയ്യുന്നതിന്റെ ഒരു മാധ്യമമായിട്ടാണ് ഈ പ്രോട്ടിയോഗ്ലൈക്കൻസ് ഫങ്ഷൻ ചെയ്യുന്നത്. നേരെ മറിച്ച് ഗ്ലൈക്കോ പ്രോട്ടീൻസിനും ഗ്ലൈക്കോ ലിപ്പിഡ്സിനും കൂടുതൽ ഐഡന്റിഫൈങ് ദ സെൽസ്, റെക്കഗ്നിഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഉള്ളത്. ഓക്കെ, സോ ഇതാണ് ഗ്ലൈക്കോ കോൺജുഗേറ്റ്. അപ്പൊ കോൺജുഗേറ്റ് ആയിട്ട് പ്രോട്ടീനോ ലിപ്പിഡോ ഉണ്ട്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. വിൽ ജസ്റ്റ് സീ അബൌട്ട് ഫസ്റ്റ് വാട്ട് ഇസ് ബാക്ടീരിയൽ സെൽ വാൾ പോളിസാക്കറൈഡ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ബാക്ടീരിയൽ സെല്ലിനെ പറ്റിയിട്ടാണ് ആദ്യം പറയേണ്ടത്. ഓക്കെ, സോ ഞാൻ അതിന്റെ പടം ജസ്റ്റ് ഒന്ന് എടുക്കട്ടെ. യാ, ഹിയർ വി ഹാവ്. So here you can see the bacterial cell wall of Staphylococcus aureus. Okay, ഈ ബാക്ടീരിയയുടെ സെൽ വാൾ ഒക്കെ വളരെ റിജിഡ് ആയിട്ട് പോറസ് ആയിട്ട് ഒരു ബോക്സ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അത് ആ സെല്ലിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ബാക്ടീരിയക്ക് ഹൈ ഇന്റേണൽ ഓസ്മോട്ടിക് പ്രഷർ, ദേ ആർ സബ്ജക്റ്റഡ് ടു ഭയങ്കര ഹൈപ്പോട്ടോണിക് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അപ്പൊ അവർക്ക് നിർബന്ധമായിട്ടും റിജിഡ് ആയിട്ടുള്ള ഒരു സെൽ വാൾ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് പ്രിവെന്റ് ദി swelling and rupture of the cell membrane. അപ്പൊ അങ്ങനെയാണ് ഈ ബാക്ടീരിയൽ സെൽ വാളിന്റെ സ്ട്രക്ചർ ബയോസിന്തസൈസ് ചെയ്തിപ്പെട്ടത്. ഓക്കെ, നമുക്കറിയാം ബാക്ടീരിയ നമുക്ക് പ്രശ്നമായിട്ടുള്ളതുണ്ട്. അതായത് വി ഹാവ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ വിച്ച് യു വിൽ ലേൺ ഇൻ മൈക്രോബയോളജി. ഓക്കെ, പല തരത്തിലുള്ള ഗ്രാം പോസിറ്റീവ് സെൽ വാൾസിനകത്തൊക്കെ ലിപ്പിഡും ഉണ്ട്, അത് കൂടാതെ ഗ്രാം നെഗറ്റീവ് സെൽസിനകത്തും ലിപ്പിഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് നമ്മൾ ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു വഴിയാണ് ബാക്ടീരിയ. യു ലേൺ ദാറ്റ് ഇൻ മൈക്രോബയോളജി. എന്തായാലും ഈ ഏതൊക്കെ തരത്തിലുള്ള ബാക്ടീരിയ ആയാലും അതിനകത്ത് ഒരു റിജിഡ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് കൊടുക്കുന്നത് പാരലൽ ആയിട്ടുള്ള പോളിസാക്കറൈഡ് ചെയിൻസ് ആണ്. ഓക്കെ, പാരലൽ ആയിട്ടുള്ള പോളിസാക്കറൈഡ് ചെയിൻസ് അതാണ് ഈ കാണുന്നത്. ഈ രണ്ട് കളറിൽ ഡെപിക്ട് ചെയ്തേക്കുന്നത് നോക്കൂ, ഒരെണ്ണം ഗ്രീനും ഒരെണ്ണം റെഡും. ഓക്കെ, അപ്പൊ ഈ പാരലൽ ആയിട്ടുള്ള പോളിസാക്കറൈഡ് ചെയിനിൽ ഉള്ളത് ഇസ് കണക്റ്റഡ് കോവാലന്റ്ലി ബൈ അമിനോ ആസിഡ്സ്. പ്രോട്ടീൻ കണക്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത്. സോ യു ഹാവ് റിപ്പീറ്റഡ് യൂണിറ്റ്സ് ഓഫ് പോളിസാക്കറൈഡ് വിച്ച് ആർ നോട്ട് ഓഫ് ദ സെയിം ടൈപ്പ്. ബാക്ടീരിയൽ സെൽ വാളിനകത്തുള്ളത് റിക്കറിംഗ് യൂണിറ്റ്സ് ഓഫ് N-acetyl glucosamine, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. N-acetyl glucosamine ആൻഡ് N-acetyl muramic acid. ഈ രണ്ട് സംഭവത്തിന്റെയും സ്ട്രക്ചർ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഗ്ലൂക്കോസമീനിൽ NHC ഡബിൾ ബോണ്ടോ CH3 ആയിരിക്കും സെക്കൻഡ് കാർബൺ ആറ്റത്തിന്റെ പൊസിഷനിലുള്ളത്. ആ കൈറ്റിനിലുള്ള അതേ സാധനം. N-acetyl muramic ആസിഡിൽ ഒരു ആസിഡ് ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, സോ ഇപ്പൊ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് സ്റ്റഫൈലോകോക്കസ് ഓറിയസിനകത്താണ്. അപ്പൊ ഇതിനകത്തെ ഷുഗർ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് എ മ്യൂറോപെപ്റ്റൈഡ്. സോ എ ഡൈസാക്കറൈഡ് ഓഫ് N-acetyl glucosamine and N-acetyl muramic acid are held together by beta-1,4 linkages. Okay, beta-1,4 linkages. എന്നിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്ന ചെയിൻ ഓഫ് അമിനോ ആസിഡ്സ് ഉണ്ടാവും. Okay, so the parallel polysaccharide chain of the cell wall is cross-linked by peptide chains.
പെപ്റ്റൈഡ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ പെപ്റ്റിഡോ ഗ്ലൈക്കൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ പലതരത്തിലുള്ള ബാക്ടീരിയയ്ക്കും വിവിധ തരത്തിലുള്ള ഈ ക്രോസ് ലിങ്ക്സ് ആണുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ കാണുന്നത് യെല്ലോയും ബ്ലൂവും കാണുന്നത് ലൈസിൻ, ഗ്ലൂട്ടമിക് ആസിഡ്, ലൈസിൻ, അലനിൻ എന്നൊക്കെ പറയുന്ന ഒരു ടെട്രാപെപ്റ്റൈഡ് റെസിഡ്യൂ ആണ്. ഇത് ഒരു പെന്റാഗ്ലൈസിൻ ക്രോസ് ലിങ്ക് ആണ്. ഒരേ തരത്തിലുള്ള അമിനോ ആസിഡ് തമ്മിൽ ഇതിനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരുന്നതാണ്. ഓക്കെ, സോ what you see here is the parallel polysaccharide chains of the cell wall cross-linked through peptide side chains. Okay, so in E. coli ഒരു short connecting peptide ഉണ്ട്. Pentaglycin chain ഉള്ളത് ഈ Staphylococcus aureusലാണ്. അപ്പോൾ the peptidoglycan structure of bacterial cell wall is resistant to the action of peptide hydrolyzing enzymes. അതുകൊണ്ട് എന്ത് പറ്റും, അവർക്ക് ഒരു ഇന്റഗ്രിറ്റി കൊടുക്കും. പക്ഷെ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ലൈസോസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ കണ്ണീര് ടിയേഴ്സിലും ഒക്കെ ഉള്ളതാണ്. അതിന് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും ലൈസോസൈനിന്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഡിഫറെന്റ് മൈക്രോബിയൽ ബാക്ടീരിയൽ ആക്ടിവിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ പ്രോഡക്ട്സ് ഓഫ് ലൈസോസൈം ആക്ഷൻ ഒക്കെ നോക്കും. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഇതിനകത്ത് ഷുഗർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, സോ നേക്കഡ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ സെല്ലിനകത്ത് അതിന്റെ പ്രോട്ടോപ്ലാസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കൂടാതെ ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ ഫ്രെയിംവർക്കും കൂടി വരുമ്പോഴാണ് ദാറ്റ് മേക്സ് ദിസ് ആക്റ്റീവ്. പിന്നെ ഇതിന്റെ കൂടെ വേറെ ടൈപ്സ് ഓഫ് ആക്സസറി പോളിമേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്തെ പെപ്റ്റിഡോഗ്ലൈക്കന്റെ കാര്യം മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ യു ഓൾസോ ഹാവ് ടെക്കോയിക് ആസിഡ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട്. ഓക്കെ, സോ ഗ്രാം നെഗറ്റീവിലും ഗ്രാം പോസിറ്റീവിലും ഓരോ സ്പീഷീസ് ഓഫ് ബാക്ടീരിയയിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള കോമ്പോണൻസ് ഓഫ് പെപ്റ്റൈഡ്സ് ഉണ്ടാവും. ദാറ്റ് ഇസ് വാട്ട് ഗിവ്സ് ഈച്ച് ഓഫ് ദം ഇറ്റ്സ് ഓൺ ഇന്റഗ്രിറ്റി. ഓക്കെ, സോ നമ്മൾ ഈ സെൽ കോട്ടും ഈ ബാക്ടീരിയയുടെ സെൽ വാളും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ താഴത്തെ എഴുതിയേക്കുന്നത് അത് തന്നെ. ഷോൺ ഹിയർ ഇസ് ദ Staphylococcus aureus gram positive which has got repeating units of N-acetyl muramic acid and N-acetyl glucosamine which are held together by peptides. Okay, so ഓരോ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് പെന്റാഗ്ലൈസിൻ ചെയിൻ ഉണ്ടാവും. നേരെ മറിച്ച് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് ഈക്കോളയിൽ പോലെ പെന്റാഗ്ലൈസിൻ ചെയിൻ ഉണ്ടാവില്ല. പകരം യു ഹാവ് ദീസ് അലനിൻ ടെട്രാപെപ്റ്റൈഡ് റെസിഡ്യൂ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിലെ വ്യത്യാസം എന്താ? ഹോമോപോളി അല്ല, ഇറ്റ് ഇസ് ഹെറ്ററോപോളി. ഓക്കെ, അതായത് N-acetyl glucosamine and N-acetyl muramic acid. But suppose you get a question on cell wall polysaccharides, you can write about this also. Cellulose, chitin പോലെ തന്നെ peptidoglycan പറ്റി എഴുതാം if the question is on cell wall polysaccharides. Okay, now I'll just go to what is glycosaminoglycans. ഓക്കെ, രണ്ടാമത് പറഞ്ഞില്ലേ ഗ്ലൈക്കോസ് അമിനോ ഗ്ലൈക്കൻസ്. അതിന് ഓരോന്നിനും അതിൻ്റെതായ സ്ട്രക്ചർ ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് പറയാം. ആദ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഹയാലൂറോണിക് ആസിഡ് എന്ന് പറയുന്നതാണ്. ഇത് നാലുമാണ് മെയിൻ ആയിട്ടും ഗ്ലൈക്കോസ് അമിനോ ഗ്ലൈക്കൻസ് ഉള്ളത്. അപ്പൊ ഹയാലൂറോണേറ്റിൽ യു ഹാവ് എ ഗ്ലൂക്രോണിക് ആസിഡ് ആൻഡ് N-acetyl glucosamine. ഈ ഡൈസാക്രൈഡ് യൂണിറ്റ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷുഗേഴ്സ്, അതായത് ഒരെണ്ണം ഗ്ലൂക്രോണിക് ആസിഡും ഒരു N-acetyl glucosamine കൂടി ഒരു β13 ലിങ്കേജ് വഴി ബോണ്ട് ഫോം ചെയ്തേക്കുന്നു, ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഈ ഡൈസാക്രൈഡ് യൂണിറ്റ് ഹയാലൂറോണേറ്റ് അഥവാ ഹയാലൂറോണിക് ആസിഡ് എന്ന് പറയുന്ന, സോ why does the name come ഗ്ലൈക്കോസ് അമിനോഗ്ലൈക്കൻസ്? ഈ അമിനോ ഷുഗറും ഈ ഗ്ലൂക്രോണിക് ആസിഡും ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഗ്ലൈക്കോസ് അമിനോഗ്ലൈക്കൻസ് എന്ന് പറയുന്നത്. ഈ മ്യൂക്കോപോളിസാക്രൈഡ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് ആസിഡ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് അപ്പൊ രണ്ട് തരത്തിൽ നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കും. ഓക്കെ, അപ്പൊ ഈ ഹയാലൂറോണേറ്റ് എന്ന് പറയുന്ന ഈ സാധനം 50,000 തവണയൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ ഡൈസാക്രൈഡ് യൂണിറ്റ് 50,000 തവണയൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് മ്യൂക്കോപോളിസാക്രൈഡ്. ദാറ്റ് ഇസ് ഓൾസോ പ്രസന്റ് ഇൻ സെൽ കോട്ട്സ് ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്. ഇതിന്റെ പ്രധാന എവിടെ കാണുന്നതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ദി എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. ഇത് മെയിൻ ആയിട്ടും കാണുന്നത് ടിഷ്യൂസിന്റെ കണക്റ്റീവ് ടിഷ്യൂസ് ഓഫ് വേർട്ടിബ്രേറ്റ്സിലാണ്. അതുപോലെ നമ്മുടെ സൈനോവിയൽ ഫ്ലൂയിഡ് ജോയിന്റ്സ്, അതുപോലെ കണ്ണിനകത്ത് വിട്രസ് ഹ്യൂമർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ, ഈ ഹയാൽ എന്നുള്ള പേര് തന്നെ ഹയാലൂറോൺ എന്ന് പറഞ്ഞ ട്രാൻസ്ലൂസന്റ് അപ്പിയറൻസ്. നമ്മുടെ കണ്ണിനകത്തുള്ള കണ്ണിൽ പീളയൊക്കെ നമുക്ക് അറിയാലോ രാവിലെ എഴുന്നേൽക്കുമ്പോ ഒക്കെ ഉള്ളത്. സോ ദിസ് ഇസ് വാട്ട് ഇസ് ഹയാലൂറോണിക് ആസിഡ്.
Okay, അപ്പോൾ this is a part of the extracellular matrix and it's a big compound. 50,000 തവണയൊക്കെയാണ് ഈ യൂണിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്, അതായത് സെല്ലിന്റെ പുറത്തുള്ള സ്ഥലത്ത് സെല്ലുകൾക്ക് ഒരു ലൂബ്രിക്കേറ്റിംഗ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻസിബിലിറ്റിയോ ഒരു വിസ്കോസിറ്റിയോ ഒക്കെ കൊടുക്കുന്ന മോളിക്യൂളാണ് ഹയാലുറോണിക് ആസിഡ്. ഓക്കെ, ഇനി അടുത്ത മോളിക്യൂള് again a disaccharide unit which is composed of, ഇത് ഗ്ലൂക്കറോണിക് ആസിഡ് തന്നെ. സ്ട്രക്ചർ നോക്കൂ, ഷുഗർ ഗ്രൂപ്പ് വിത്ത് COO-. ഇപ്പുറത്ത് യു ഹാവ് N-acetyl galactose amine. പക്ഷെ ഗാലക്ടോസ് അമീൻ മാത്രമല്ല, ഗാലക്ടോസ് എന്താണ് ഗ്ലൂക്കോസും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ എച്ചും OHന്റെ പൊസിഷനിൽ വ്യത്യാസം. പക്ഷെ ഈ എച്ചിന് പകരം ഇറ്റ് ഹാസ് ഗോട്ട് എ സൾഫേറ്റ് എസ്റ്റർ ഓൾസോ. എച്ച് പോയി അവിടെ ഒരു സൾഫേറ്റ് എസ്റ്ററും കൂടി ചേർന്നു. ഈ രണ്ട് ഡൈസാക്രൈഡിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷുഗർ ഗ്രൂപ്പ് ചേർന്നിട്ടുള്ള ഡൈസാക്രൈഡ് വെച്ചിട്ട് it repeats around 20-60 times. So that is called chondroitin 4 sulfate. Okay, ഇത് കൂടാതെ chondroitin 6 sulfate ഉണ്ട്. ഇതും ഇതുപോലെ തന്നെ സ്ട്രക്ചറൽ കോമ്പോണന്റ് ആയിട്ട് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിലുള്ള നമ്മുടെ ടെൻഡൻസ്, ലിഗമെന്റ്സ്, കാർട്ടിലേജ്, അതുപോലെ കണ്ണിന്റെ കോർണിയ, ഇതിലൊക്കെ ഉള്ളതാണ് chondroitin sulfate. Okay, ഇനി അടുത്തത് keratin sulfate. Keratin sulfate is found in the skin. Okay, mostly in the skin, cornea and bony tissues etc. ഇതിനകത്ത് ഇതേപോലെ ഒരു β14 വഴി ലിങ്ക് ചെയ്തിട്ടുള്ള ഗാലക്ടോസ്, OH and H. ഗ്ലൂക്കോസ് ആണെങ്കിൽ മുകളിൽ എച്ചും താഴെ OH. This glucose and N-acetyl glucosamine, H മുകളിലാണ്. N-acetyl glucosamine, അമീൻ പാർട്ട് ഇത് അസറ്റൈലേറ്റഡ് അമീൻ. 6th പൊസിഷനിൽ CH2OH ന് പകരം CH2OSO3. So sulfate ester is esterified here. So this is what is keratin sulfate. Keratin sulfate is mostly found in the skin. Okay, keratin sulfate is mostly found in the skin and it is also found in മറ്റേ എന്താണ്, ഞാൻ അതിനകത്ത് നോട്ട്സ് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക്, വേറെ എവിടെയൊക്കെയാണ് കെരാറ്റിൻ സൾഫേറ്റ് കാണുന്നത് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് എ പാർട്ട് ഓഫ് ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൻ. ഒരു 4 ടൈപ്പാണ് ഞാനിപ്പോ പറയുന്നത്. അടുത്തത് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. ഹെപ്പാരിനകത്ത് ഗ്ലൂക്രോണിക് ആസിഡിന് പകരം, ഗ്ലൂക്രോണിക് ആസിഡ് മുകളിൽ COO- താഴെ H ആണ്, പക്ഷെ ഇത് ഇഡ്യൂറോണിക് ആസിഡ് ആണ്. H മുകളിലും COO-. അതാണ് ഗ്ലൂക്രോണിക്കും ഇഡ്യൂറോണിക്കും ആസിഡ് ആവാം. ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും ആവാം. പക്ഷെ രണ്ടാമത്തെ പൊസിഷനിൽ ഇറ്റ് ഇസ് സൾഫേറ്റ്. ഈ ഗ്ലൂക്രോണിക് ആസിഡും അല്ലെങ്കിൽ ഇഡ്യൂറോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ COO- താഴെ H മുകളിൽ. ഇഡ്യൂറോണിക് ആസിഡോ ഗ്ലൂക്രോണിക് ആസിഡോ held to glucose which has got sulfated in the second position, the third position and the 6th position. ഈ ഡൈസാക്രൈഡ് യൂണിറ്റ് 15 to 90 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. ഹെപ്പാരിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ നാച്ചുറൽ ആന്റികോയാഗുലന്റ്. ഇത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സ്വാഭാവികമായിട്ട് പറ്റുന്ന മോളിക്യൂൾ ആണ് ഹെപ്പാരിൻ. ഓക്കെ, ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി ഉള്ള ഒരു മോളിക്യൂൾ കൂടിയ. എത്ര സൾഫേറ്റ് ഗ്രൂപ്പ്സ് ആണ് നോക്കി, സൾഫേറ്റ് എസ്റ്റേഴ്സ് ആണ് നോക്കി. സോ ഹെപ്പാരിൻ ഇസ് എ നാച്ചുറൽ ആന്റികോയാഗുലന്റ്. അപ്പൊ ഈ 4 കോമ്പോണൻസുമാണ് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിലുള്ള മ്യൂക്കോപോളിസാക്കറൈഡ്സ് അഥവാ ഗ്ലൈക്കോസ് അമിനോഗ്ലൈക്കൻസ്. ഓക്കെ, നൗ ലെറ്റ്സ് കം ടു ഗ്ലൈക്കോകോൺജുഗേറ്റ്സ്. അപ്പൊ ഈ ഗ്ലൈക്കോകോൺജുഗേറ്റ്സിലെ ആദ്യത്തെ, ഈ ഗ്ലൈക്കോകോൺജുഗേറ്റ്സ് എന്താ, ഇതേപോലെ ഇപ്പൊ നമ്മൾ കണ്ട കോമ്പിനേഷൻ ഓഫ് ഗ്ലൈക്കോസ് അമിനോഗ്ലൈക്കൻസ് ആൻഡ് പ്രോട്ടീൻ. അപ്പൊ ഗ്ലൈക്കോസ് അമിനോഗ്ലൈക്കൻസ് നമ്മളിപ്പോ കണ്ടു, ഹയാലുറോണിക് ആസിഡ് ഒക്കെ വലിയ മോളിക്യൂളുകളാണ്. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് കോൺട്രോയിറ്റിൻ സൾഫേറ്റും ഒരു എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിലെ ഏതോ ഒരു പ്രോട്ടീനിലെ ഒരു അമിനോ ആസിഡ് റെസിഡ്യൂവുമായിട്ട് കണക്ഷൻ ആണ് ഈ കാണിക്കുന്നത്. ഇറ്റ് ഇസ് കണക്റ്റഡ് ത്രൂ എ ട്രൈസാക്രൈഡ് റെസിഡ്യൂ. ഇത് കോൺട്രോയിറ്റിൻ സൾഫേറ്റ്. ദിസ് ഓറഞ്ച് ഷോസ് ദി ഗ്ലൈക്കോസ് അമിനോഗ്ലൈക്കൻ പോർഷൻ and this pink serine residue is part of a glycoprotein. So chondroitin sulfateും ഈ പറഞ്ഞ പ്രോട്ടീനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്രൈസാക്രൈഡ് ബ്രിഡ്ജ് ഉണ്ട്.
പ്രോട്ടിയോഗ്ലൈക്കന്റെ സവിശേഷത എന്താ? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് അറ്റാച്ച്ഡ് വിത്ത് എ പ്രോട്ടീൻ. ഇതിനകത്ത് ഒരു വലിയ ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൻ ഇങ്ങനെ കിടക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ലാർജർ ഫ്രാക്ഷൻ ഇൻ ദി പ്രോട്ടിയോഗ്ലൈക്കൻ വിൽ ഓൾവേസ് ബി ഷുഗർ. ഓക്കെ, അതായത് ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൻ. ഇത് കണക്ട് ചെയ്തേക്കുന്നത് ഒരു പ്രോട്ടീനിലെ ഒരു അമിനോ ആസിഡ് ആയിട്ട് ഒരു സൈലോസ് വഴി, ഒരു ട്രൈസാക്കറൈഡ് റെസിഡ്യൂ വഴി, ഒരു ബ്രിഡ്ജ് വഴി രണ്ട് തീരങ്ങളെ ബന്ധിപ്പിക്കുന്ന പോലെ. മനസ്സിലായോ? പക്ഷെ ഇപ്പുറത്തെ കര ഭയങ്കര വലിയതാണ്, കോൺട്രോയിറ്റിൻ സൾഫേറ്റ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഇതിനകത്തെ മേജർ ഫ്രാക്ഷൻ ഇസ് ഓൾവേസ് ദ sugar part. So it's a large polysaccharide which connects to a single protein. ഇത് ഭയങ്കര ബോറിംഗ് ആണ് ആക്ച്വലി. കാരണം ഇത് ടിഷ്യൂസിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി, ബോറിംഗ് എന്ന് പറഞ്ഞാൽ വൈവിധ്യമില്ല ഷുഗർ റെസിഡ്യൂസിൽ. ഈ വൈവിധ്യം അടുത്തതിൽ വരും. അതാണ് ഞാൻ ഇപ്പൊ അത് പറയുന്നത്. സെൽ റെക്കഗ്നിഷനുമായി ബന്ധപ്പെട്ട് ഗ്ലൈക്കോപ്രോട്ടീനും ഗ്ലൈക്കോലിപ്പിഡും ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ ആ വൈവിധ്യം ഉള്ള ഷുഗർ റെസിഡ്യൂസ് ചെറുതാണെങ്കിലും ഉള്ളത് ഗ്ലൈക്കോപ്രോട്ടീനിലും ഗ്ലൈക്കോലിപ്പിഡിലും. ഇതിങ്ങനെ ടിഷ്യൂസിനെ ഓർഗനൈസ് ചെയ്യാനും സെല്ലുകളെ കൂടിച്ചേർക്കാനും ഒക്കെയാണ് ഈ പ്രോട്ടിയോഗ്ലൈക്കൻസിന്റെ ഫംഗ്ഷൻ. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോട്ടിയോഗ്ലൈക്കൻസ് ആൻഡ് glycoproteins. The major portion will be boring big carbohydrates. Now let me just come to the thing that I told earlier. Glycolipidsലും glycoproteinsലും ഈ പ്രോട്ടിയോഗ്ലൈക്കനിലുള്ള പോലെ ധാരാളം ലാർജ് ഫ്രാക്ഷൻ കാർബോഹൈഡ്രേറ്റ് ഇല്ല. കുറച്ച് ഷുഗർ ഗ്രൂപ്പുകൾ മാത്രമുള്ള ഒരു ചെയിനും ഒരു വലിയ പ്രോട്ടീൻ. ഇവിടെ അങ്ങനെയല്ലേ, ഗ്ലൈക്കോലിപ്പിഡിനകത്ത് കുറച്ച് ഒളിഗോസാക്കറൈഡ് ചെയിനും ഒരു ലിപ്പിഡും. പക്ഷെ ഇത് ഇറ്റ് ഷോസ് എ ലാർജ് ലെവൽ ഓഫ് ഡൈവേഴ്സിറ്റി. അതായത് ഒരു സെല്ലിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒളിഗോസാക്കറൈഡ് ചെയിൻ ആണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഈ ഒളിഗോസാക്കറൈഡ് ചെയിനുകൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ എക്സാമ്പിൾ പറഞ്ഞത് കീമോതെറാപ്പി എന്ന് പറയുന്ന ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനകത്ത് നമുക്ക് എന്താ വഴി, എല്ലാ സെല്ലുകളിലേക്കും പോയി ഈ കീമോ ഡ്രഗ്സ് പോയി അടിക്കും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എഫക്റ്റിൽ ഒരുപാട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്. സോ വാട്ട് ഇഫ് യു ആർ ഏബിൾ ടു ഐഡന്റിഫൈ ദീസ് ഒളിഗോസാക്കറൈഡ് ചെയിൻസ്? ഇപ്പൊ ബ്രസ്റ്റിൽ ട്യൂമർ ഉണ്ടെങ്കിൽ ബ്രസ്റ്റിന്റെ സെൽസിൽ മാത്രം എക്സ്പ്രസ് ചെയ്യുന്ന വൈവിധ്യങ്ങളായിട്ടുള്ള ഷുഗർ ഗ്രൂപ്പ്സ് ഉണ്ടാവും. ആ ഷുഗർ ഗ്രൂപ്പ്സിനെ ടാർഗറ്റ് ചെയ്ത് ബ്രസ്റ്റിൽ ട്യൂമർ വന്നാൽ അങ്ങോട്ട് മാത്രം നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം കീമോതെറാപ്പിയുടെ ഡ്രഗ്സ്. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾക്ക് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി, റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി, അതാണ് സെൽ റെക്കഗ്നിഷന്റെ ആസ്പെക്ട് ആണ് ഈ ഒളിഗോസാക്കറൈഡ് ചെയിൻസ് പ്രദാനം ചെയ്യുന്നത്. Okay, so this is not boring. This differs from cell to cell. Okay, another example for this glycolipid is with respect to നമ്മുടെ blood group. നമുക്ക് ഓരോരുത്തർക്കും A പോസിറ്റീവ്, B പോസിറ്റീവ്, O പോസിറ്റീവ് എന്നൊക്കെ പറയില്ലേ? അതെന്തുകൊണ്ടാ? RBCയുടെ സെല്ലിന്റെ പുറത്തുള്ള ആന്റിജൻ ആണ് A ആന്റിജൻ, B ആന്റിജൻ ഒക്കെ. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ, അത് ആ ഷുഗർ ഗ്രൂപ്പുകളുടെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഗ്ലൈക്കോപ്രോട്ടീനെയോ അല്ലെങ്കിൽ ഗ്ലൈക്കോലിപ്പിഡിനെയോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഗ്ലൈക്കോപ്രോട്ടീനിലും ഗ്ലൈക്കോലിപ്പിഡിലും ഉള്ള വ്യത്യാസം. ഇനി ലെറ്റ്സ് ജസ്റ്റ് സീ ദ ടൈപ്പ് ഓഫ് ബോണ്ട് ദാറ്റ് യു സീ ഇൻ ഗ്ലൈക്കോപ്രോട്ടീൻസ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഗ്ലൈക്കോപ്രോട്ടീനകത്ത് നമ്മൾ കാണുന്ന ബോണ്ടുകൾ ഒരു പ്രത്യേക തരത്തിലുള്ള ബോണ്ടുകളാണ്. ഇറ്റ് ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ, ജസ്റ്റ് സീ ദിസ്. Here you can see an N-acetyl glucosamine. Here you can see a serine residue. നമ്മൾ ഓൾറെഡി പ്രോട്ടീൻസിലെ അമിനോ ആസിഡ്സിനെ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, ഒരു പ്രോട്ടീനകത്തെ ഹൈഡ്രോക്സി കണ്ടെയ്നിങ് അമിനോ ഗ്രൂപ്പ് ആണിത്, സെറിൻ എന്ന് പറയുന്നത്, CH2OH. ഇവിടെ എന്താ, N-acetyl glucosamine HOH. അപ്പൊ ഗ്ലൈക്കോസിഡിക് ബോണ്ട് is formed between, glycosylation is formed between a serine residue. സെറിൻ റെസിഡ്യൂന്റെ it's a hydroxy containing amino acid CH2OH. ആ OH ഉം ഇവിടെ H ന്റെ താഴെയുള്ള ഫസ്റ്റ് കാർബൺ ആറ്റത്തിലെ OH ഉം വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തിട്ട് they form a glycosidic bond with an amino acid. Okay, so this is the type of connection that you see in, one type of connection that you see in glycoproteins, which is O-linked glycosylation. Another type of glycosylation that you see in glycoproteins is N-linked. ഇവിടെ നമുക്ക് ഉള്ളത് ഏതാ, you have a എന്താണ് നൈട്രോജൻ CH2 C ഡബിൾ ബോണ്ടോ
NH2. Glutamine residue ആണെന്ന്. Okay, so in this the N-linked oligosaccharides have a N-glycoside bond. ഇവിടെ OH മുകളിലും H താഴെയായിരുന്നു ഈ N-acetyl glucosamine. ഇവിടെ you have aspargine side chain. Glutamine അല്ല, aspargine side chain. Aspargine എന്ന് പറഞ്ഞാൽ amino acid ന്റെ സ്ട്രക്ചറിൽ NH ഗ്രൂപ്പ് ഉണ്ട്, COO മൈനസ് ഗ്രൂപ്പ് ഉണ്ട്. Here you have CH2, C double bond O, NH, and this NH is connected with this N-acetyl glucosamine. ഇവിടെ you have a amino acid, the carboxy terminal end, amino terminal end, CH, CH2OH. ഇവിടെ you have CH2, C double bond O, NH. അപ്പൊ രണ്ട് തരത്തിലുള്ള ലിങ്കേജസ് ആണ് നമുക്ക് കാണുന്നത്. ഒന്ന് N-linked glycosylation, ഒന്ന് O-linked glycosylation. അപ്പൊ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗ്ലൈക്കോപ്രോട്ടീൻസിൽ നമ്മൾ എങ്ങനെയാണ് ഷുഗർ ഗ്രൂപ്പുകൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം ഓർക്കണം, ഇപ്പുറത്തെ ഷുഗർ ഗ്രൂപ്പുകൾ പ്രോട്ടിയോഗ്ലൈക്കൻസിലെ പോലെ ധാരാളമില്ല, പകരം വളരെ കുറച്ച് വൈവിധ്യങ്ങളായിട്ടുള്ള ഷുഗർ റെസിഡ്യൂസേ ഉള്ളൂ. ഓക്കെ, ദ ബൾക്ക് പോർഷൻ ഇസ് ദ പ്രോട്ടീൻസ് ദാറ്റ് ഇൻഹാബിറ്റ് ഹിയർ. അപ്പൊ പ്രോട്ടീനകത്തെ ഒരു അമിനോ ആസിഡ് ആയിട്ട് കുറച്ച് അമിനോ ആസിഡുകൾ ചേർന്നിട്ട് ഫോം ചെയ്യുന്ന ലിങ്കേജുകളാണ് ഗ്ലൈക്കോപ്രോട്ടീൻസിൽ കാണുന്നത്. ഓക്കെ, ഇനി ഗ്ലൈക്കോലിപ്പിഡ്സ് കുറച്ചും കൂടി ഞാൻ ഇതേപോലെ തന്നെയാണ്, ബട്ട് ദ കണക്ഷൻ ഇസ് ബിറ്റ്വീൻ എ ലിപ്പിഡ് ആൻഡ് എ ഷുഗർ ഗ്രൂപ്പ്. വി വിൽ സീ ദാറ്റ് വെൻ വി ലേൺ ലിപ്പിഡ്സ്. ഓക്കെ, അത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ല. ലിപ്പിഡ്സ് പറയുമ്പോഴാണ് അതിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് എനിക്കത് പറയാൻ സാധിക്കുള്ളൂ. ബട്ട് വൺ തിങ് ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇസ് ദി ആസ്പെക്ട് ഓഫ് സെൽ റെക്കഗ്നിഷൻ. ഓക്കെ, ഈ ഒരു പടം ജസ്റ്റ് ഒന്ന് നോക്കണേ. ആസ്പെക്ട് ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞു ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണെങ്കിലും ഗ്ലൈക്കോലിപ്പിഡ്സ് ആണെങ്കിലും സെല്ലിനെ തിരിച്ചറിയാനുള്ള മാർഗമാണ്. ഇപ്പൊ നമ്മൾ നോക്കൂ, നമ്മൾ കോവിഡിന്റെ കാര്യത്തിൽ നമുക്കറിയാം സ്പൈക്ക് പ്രോട്ടീൻ, ഒരു കിരീടമൊക്കെ ഉള്ള ഒരു പ്രോട്ടീനെ പറ്റി പറഞ്ഞു. ആ പ്രോട്ടീൻ വന്നിട്ട് ACE2 എന്ന് പറയുന്ന റിസപ്റ്ററിനെ ബൈൻഡ് ചെയ്തിട്ടാണ് സെല്ലിന്റെ അകത്തേക്ക് പോകുന്നത്, അല്ലെ? ഇവിടെ കണ്ടോ, ഈ ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നതാണ് ഇതിലെ ഒളിഗോസാക്കറൈഡ് ചെയിൻ. ഇത് സെൽ മെംബ്രെയിൻ. ഓക്കെ, സെൽ മെംബ്രെയിൻ ഇസ് എ ഫോസ്ഫോലിപ്പിഡ് തിങ്. ഇറ്റ് ഹാസ് ഔട്ട്സൈഡ് പോളാർ ഗ്രൂപ്പ്, അതാണ് ഈ ചെറിയ സർക്കിൾസിൽ കൊടുത്തേക്കുന്നത്. ഇൻസൈഡ് ഇന്റീരിയർ. ഇതൊക്കെ ലിപ്പിഡിന്റെ സ്ട്രക്ചർ പഠിപ്പിക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കാം. സെൽ മെംബ്രെയിനകത്ത് യു ഹാവ് എ ലിപ്പിഡ് ബൈലെയർ ആൻഡ് യു ഹാവ് പ്രോട്ടീൻസ്. നമ്മൾ അങ്ങനെ പറയാം, ഒരു കടൽ പോലെ ലിപ്പിഡ്സും അതിനകത്ത് ഐസ്ബർഗ് പോലെ പ്രോട്ടീനും ഉണ്ട് ഒരു സെൽ മെംബ്രെയിനകത്ത്. ഇറ്റ്സ് എ ഫോസ്ഫോലിപ്പിഡ് ലെയർ വിത്ത് പ്രോട്ടീൻസ്. അപ്പോ ഇതുമായി അറ്റാച്ച് ചെയ്യുന്ന ലിപ്പിഡ്സ് ഒളിഗോസാക്കറൈഡ് ചെയിനുകളെ കണ്ടോ. ഇവിടെ ഒളിഗോസാക്കറൈഡ് ചെയിൻ ഇസ് അറ്റാച്ച്ഡ് ടു ദി പ്രോട്ടീൻ. ഇവിടെ ഒളിഗോസാക്കറൈഡ് ചെയിൻ കേവലം കുറച്ച് റെസിഡ്യൂസ് മാത്രമേ ഉള്ളൂ. നേരത്തെ മറ്റേ പ്രോട്ടിയോഗ്ലൈക്കനിൽ കണ്ട പോലെ ധാരാളം കോൺട്രോയിറ്റിൻ സൾഫേറ്റോ അങ്ങനത്തെ മോളിക്യൂൾ അല്ല, കുറച്ച് വൈവിധ്യമുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഷുഗർ ഗ്രൂപ്പുകൾ. ഈ ഷുഗർ ഗ്രൂപ്പുകൾ ലിപ്പിഡുമായി ബന്ധപ്പെട്ടേക്കുന്ന കണ്ടോ, ഇവിടെ പ്രോട്ടീനുമായി ബന്ധപ്പെട്ടേക്കുന്ന കണ്ടോ. സോ ഇത് വെച്ചിട്ടാണ് വൈറസ് ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും ഇതിനെ തിരിച്ചറിയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ സെൽസിനെ ഇൻഫെക്ട് ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയയോ വൈറസ് ഒക്കെ വന്ന് ഇവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഇവരായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് അകത്തേക്ക് കടന്ന് അവരുടെ റോള് നിർവഹിക്കുന്നത്. സോ ഇൻ എ എന്ന് പറയുന്നത് ഇത്. ഇൻ ദിസ് യു കെൻ സി ഒളിഗോസാക്കറൈഡ്സ് വിത്ത് യുണീക് സ്ട്രക്ചേഴ്സ്, അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷുഗർ ഗ്രൂപ്പ്സ്. ഓക്കെ, ദേ ഇന്ററാക്ട് വിത്ത് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. ഇപ്പൊ വൈറസ് ഇതുപോലെ വന്നിട്ട് ഇറ്റ് ഇൻഫെക്ട് ആനിമൽ സെൽസ്. നമുക്ക് ജലദോഷം വരുന്നതും അതിന്റെയൊക്കെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ സർഫസിലുള്ള ഗ്ലൈക്കോപ്രോട്ടീൻസിനെയാണ് അത് ടാർഗറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അകത്തേക്ക് കയറി പരിപാടി നടത്തുകയാണ്. ബാക്ടീരിയക്കകത്ത് നമുക്ക് വയറിളക്കം വരുന്നത് എങ്ങനെയാ? വയറിളക്കം വരുമ്പോൾ നമ്മൾ ഈ മിക്കപ്പോഴും വെള്ളത്തിന്റെ ദോഷം കൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്. അപ്പൊ അതിലെ ടോക്സിൻസ്, ഇപ്പൊ കോളറയിലൊക്കെ ടോക്സിൻസ് ആണെങ്കിൽ വന്നിട്ട് അതിന്റെ അനുയോജ്യമായിട്ടുള്ള റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്ത് അതിന്റെ ടോക്സിൻസ് അകത്തേക്ക് കടത്തിവിടും. അതല്ലാതെ നേരിട്ട് ഇവർക്ക് ഇവരുടെ എഫക്ട് സെൽ മെംബ്രെയിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നടത്താൻ പറ്റില്ല. അപ്പൊ ഈ സെല്ലുകളെ തിരിച്ചറിയുന്നു നമ്മുടെ ലിംഫോസൈറ്റ്സ്. ഇവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ ഉണ്ടോ, ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന നമ്മളുടെ സ്വയം സെല്ലുകളെ തിരിച്ചറിഞ്ഞ് അല്ലാത്തതിനെ തിരിച്ചറിഞ്ഞ് ബ്ലഡിനകത്തെ സെൽസ് ലിംഫോസൈറ്റ്സ് ഇതിനെതിരെ റെസ്പോൺസ് ഉണ്ടാക്കും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ കേസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് റെക്കഗ്നൈസിങ് cells.
So this is what you call cell recognition. ഒരു സെല്ലിനെ തിരിച്ചറിയാൻ പാകത്തിന് അതിന്റെ പുറത്തുള്ള മെംബ്രെയിന്റെ പുറത്തുള്ള ഷുഗർ ഗ്രൂപ്പുകളുടെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഈ തിരിച്ചറിവുകൾ സംഭവിക്കുന്നതും സെൽ അതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതും. Okay, so with this I am stopping here. So I think I have given a basic introduction about the carbohydrates, and if you have any doubts you can ask me. Thank you.